വയനാട് മേപ്പാടിയിലെ കാട്ടാന ആക്രമണത്തിൽ അക്രമകാരികളായ കാട്ടാനകളെ ഇന്ന് കണ്ടെത്താനായില്ല. കുങ്കിയാനകളുടെ സാന്നിധ്യം മനസ്സിലാക്കി വനമേഖലയിലേക്ക് മാറിയതാകാമെന്നാണ് നിഗമനം. നാളെ രാവിലെ കുങ്കിയാനകളെ വെച്ചുള്ള തെരച്ചിൽ പുനരാരംഭിക്കും. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാനുണ്ട്. ആഷിഖ്, ഇന്നത്തെ ദൗത്യം വിഫലമാണ്. നാളെ എപ്പോഴായിരിക്കും ദൗത്യം ആരംഭിക്കുക? എന്തൊക്കെ വിവരങ്ങളാണ് വനം വകുപ്പിൽ നിന്ന് അറിയാൻ കഴിയുന്നത്? അഖില, ഇന്ന് രാവിലെ 7 മണിയോടെയാണ് ആദ്യഘട്ടത്തിൽ RRT സംഘവും പിന്നെ ഒരു 9 മണിയോടെ ഈ കുങ്കി ആനകളും പരിശോധന നടത്തിയത്. ഈ പ്രധാനമായും ഇന്നലെ കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ പൂളക്കുന്ന് മേഖലയിലും കടൂർ മേഖലയിലുമാണ് ഈ കുങ്കി ആനകൾ ഉപയോഗിച്ചൊരു പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ ഈ കാട്ടാനകളെ ഈ ഉൾവനത്തിലേക്ക് തുരത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അക്രമകാരിയായ കാട്ടാനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് വനംവകുപ്പ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. വൈകുന്നേരം വരെ ഈ 2 കുങ്കിയാനകൾ മുത്തങ്ങ ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന വിക്രമനും ഉണ്ണികൃഷ്ണനും വൈകുന്നേരം വരെ പരിശോധന നടത്തിയെങ്കിലും ഈ കഴിഞ്ഞ ദിവസം ഈ ആറുമുഖനെ കൊന്ന ഈ അക്രമകാരിയായ കാട്ടാനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നാളെ വീണ്ടും ഈ തെരച്ചിൽ തുടരാനാണ് വനവകുപ്പിന്റെയും തീരുമാനം. RRT സംഘവും നിലവിലവിടെ പരിശോധന നടത്തുന്നുണ്ട്. അതേസമയം തന്നെ ഈ രാത്രി ഘട്ടങ്ങളിൽ വാഹന പെട്രോളിംഗ് സജീവമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാട്ടാനാക്രമണത്തിൽ ഈ അറുപൻ കൊല്ലപ്പെട്ടതിനാൽ ഇന്നലെയും കാട്ടാന വന്നിരുന്നു. അത് പുലർച്ചെ 4 മണി വയ്ക്കും ഈ നാട്ടുകാർ ഇത്തരത്തിൽ കാട്ടാനെ കണ്ടെന്നൊരു പരാതി പറഞ്ഞു. തുടർന്നാണ് വാഹന പെട്രോളിംഗ് ശക്തമാക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ഈ മേപ്പാടി എരുമക്കൊല്ലിയിൽ ശക്തമായ കാട്ടാന ശല്യം വലിയ രീതിയിലുണ്ടത്. ഒരാനയല്ല, 1-ൽ കൂടുതൽ ആനകൾ ഈ പ്രദേശത്തുണ്ടെന്നാണ് നിലവിൽ വനംവകുപ്പ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹന പെട്രോളിംഗിന് പുറമെ നാളെ രാവിലെ തന്നെ കുങ്കിയാനകൾ ഉപയോഗിച്ച് കൂടുതൽ ബാങ്കിലേക്ക് പരിശോധന വർദ്ധിപ്പിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. അഖില, വയനാട് മേപ്പാടിയിലെ കാട്ടാന ആക്രമണത്തിൽ അക്രമകാരികളായ കാട്ടാനകൾ ഇന്ന് കണ്ടെത്താനായില്ല. ദൗത്യം നാളെയും തുടരും. ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.